എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 ഞായറാഴ്ച. വയനാടിലുണ്ടായ ദുരന്തത്തിൽ മൺമറഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷ നേരം അവരെ സ്മരിക്കാം. അത്യന്തം വേദനാജനകമായ ഒരു ദുരന്തമാണ് കഴിഞ്ഞുപോയത്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് കിടപ്പാടങ്ങളും നഷ്ടപ്പെട്ട് ഉള്ള മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം. ജീവിതം ഇത്രയൊക്കെ ഉള്ളോ, ഒരു നിമിഷം മതി എല്ലാം തകിടം മറിയാൻ. ഈ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ലോകം കുറച്ചുകൂടി സുന്ദരമായേനെ. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എനിവേ, നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള മാർക്കറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നിഫ്റ്റി 25,200 ടാർഗറ്റ് അച്ചീവ് ചെയ്തേക്കാം എന്നുള്ളൊരു വ്യൂ ആണ് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 25,200 ടച്ച് ചെയ്തില്ലെങ്കിൽ കൂടി 25,078 വരെ പോയി. അതിനുശേഷം അവിടെ നിന്ന് റിട്രേസ് ചെയ്തിട്ട് 24,717 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി വളരെ വീക്കായിട്ടാണ് ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു വീക്ക് ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 100 പോയിന്റിന്റെ 80 പോയിന്റ് 100 പോയിന്റിന്റെ ഡൗൺ ടിക്കാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് മൺഡേ ഓപ്പൺ ചെയ്യുക, ചിലപ്പോൾ ഒരു 100-150 പോയിന്റ് 200 പോയിന്റ് ഒക്കെ താഴെ നിഫ്റ്റി ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിഫ്റ്റി ഒരു ഏകദേശം 200 പോയിന്റിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയിൽ ലോങ് ബിൽഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റിയിലുള്ള എൻ്റെ പൊസിഷൻസ് ഒക്കെ ഹെഡ്ജ് പൊസിഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിൽ വളരെ ലിമിറ്റഡ് ലോസ് ആയിരിക്കും, ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഹൈ റിസ്ക് ട്രേഡ് ഞാൻ നിഫ്റ്റിയിൽ എടുക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? മയൂർ യൂണിക്കോട്ടേഴ്സ് ലിമിറ്റഡ്. 638 ആവുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്ക് ഈ ഫ്രൈഡേ 700 വരെ പോവുകയുണ്ടായി. 700 പോയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 623 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ ഏകദേശം 580-600 അടുത്തെത്തിയാൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് മീഡിയം ടൈമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണത് നമുക്ക് നോക്കാം. ഒന്ന് റെഡ്കോ ലോജിസ്റ്റിക്, അത് 374 രൂപ വരെ പോയിണ്ടായി. കോക്കിയോ കാമിലിൻ ലിമിറ്റഡ് 194 ഹൈ ടച്ച് ചെയ്തു. പിന്നെ എവറസ്റ്റ് കാൻഡോ സിലിണ്ടേഴ്സ് 182 ഹൈ ടച്ച് ചെയ്തു. വെൽസ്പൺ ലിവിംഗ് 191 ഹൈ ടച്ച് ചെയ്തു. പിന്നെ കാപ്ലിൻ പോയിന്റ് ഫാർമസ്യൂട്ടിക്കൽസ് 1655 ഹൈ ടച്ച് ചെയ്തു. CDSL 2594 ഹൈ ടച്ച് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ഈ പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഞാൻ നിങ്ങളുടെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ തന്നെ തന്നോളൂ. അതുകൂടാതെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സ്റ്റോക്ക് താഴെ വന്നിട്ടുണ്ട്. ആ സ്റ്റോക്കാണ് ജെടെക് ഇന്ത്യ. ജെടെക് ഇന്ത്യയുടെ റിസൾട്ട് മോശമായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 206 ലെവലിലാണ്. അപ്പോൾ അത് 197 ലെവൽ, 194 ഒക്കെ പോയിട്ട് 92 ഒക്കെ പോയിട്ട് 197 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ കുറച്ച് ലോങ് ടേമിന് വേണ്ടിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ്. ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിഫ്രാക്ടറി സ്റ്റോക്കാണ്. സുഹൃത്തുക്കളെ, എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുമല്ല. ഇത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ പഠിച്ച ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് നിങ്ങൾക്ക് കൺവിൻസ് ആയാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വാങ്ങിക്കുന്ന സ്റ്റോക്കൊക്കെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതൊരു ബുൾ മാർക്കറ്റാണ്. ഇത് അങ്ങോട്ട് തുടരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. എൻ്റെ വിശ്വാസം അതാണ്. ഈ ബുൾ മാർക്കറ്റ് ഏകദേശം 1.5 വർഷത്തേക്ക് കൂടി ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. പക്ഷേ എപ്പോഴാണ് ഈ മാർക്കറ്റിന്റെ സൈക്കിൾ താഴേക്ക് വരിക? ഒരു ഇന്റർമീഡിയറ്റ് ബെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ബെയർ മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് വിറ്റ് ഒഴിയേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എന്നാണ് സംഭവിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേരാണ് വെസൂവിയസ് ഇന്ത്യ ലിമിറ്റഡ്. വെസൂവിയസ് ഇന്ത്യ ലിമിറ്റഡ് UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെസൂവിയസ് ഗ്രൂപ്പിന്റെ ഇന്ത്യൻ സബ്സിഡിയറി കമ്പനിയാണ്. വെസൂവിയസ് ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ലീഡിംഗ് റിഫ്രാക്ടറി പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻ ഈ സബ്സിഡിയറി കമ്പനി ഫോം ചെയ്തത് 1991 ഇവരുടെ പ്രധാന വരുമാന മാർഗം റിഫ്രാക്ടറി പ്രൊഡക്ട്സിന്റെ സെയിൽസും സർവീസും ട്രേഡിങ്ങും മറ്റുമാണ്.
റിഫ്രാക്ടറി പ്രോഡക്റ്റ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് സ്റ്റീൽ, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, സിമെന്റ്, സെറാമിക്സ് എന്നീ ഇൻഡസ്ട്രികളിലാണ്. എന്താണ് റിഫ്രാക്ടറി? ഹൈ ടെമ്പറേച്ചർ ഹീറ്റിംഗ് ആപ്ലിക്കേഷനുള്ള ഇൻഡസ്ട്രിയായ സ്റ്റീൽ, ഗ്ലാസ് എന്നീ ഫാക്ടറികളിൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു കൺട്രോൾഡ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിച്ചു വരുന്ന സെറാമിക് മെറ്റീരിയൽസ് ആണ് റിഫ്രാക്ടറീസ്. റിഫ്രാക്ടറി പ്രോഡക്ട്സ് പ്രധാനമായും നിർമ്മിക്കുന്നത് അലൂമിന, ഫയർ ക്ലേ, ബോക്സൈറ്റ്, ഡോളോമൈറ്റ് എന്നിവ പോലെയുള്ള കോമ്പൗണ്ടുകളിൽ നിന്നാണ്. സ്റ്റീൽ, ഗ്ലാസ്, സിമന്റ് പോലെയുള്ള സെക്ടേഴ്സ് ഗ്രോത്ത് സെക്ടറായിട്ട് നാം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിഫ്രാക്ടറി സെക്ടറും ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറാണ്. കമ്പനിക്ക് വിശാഖപട്ടണം, കൊൽക്കത്ത, മേസാന എന്നിവിടങ്ങളിലായി 4 മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സ്റ്റീൽ പ്ലാന്റുകളിലും ഇവരുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് വരുന്നിട്ടുണ്ട്. അതുകൂടാതെ USA, UK, ബ്രസീൽ, UAE, സൗത്ത് ആഫ്രിക്ക, ചൈന, ടർക്കി, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, പോളണ്ട്, മെക്സിക്കോ എന്നിവിടങ്ങളിലേക്കും ഇവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് 5195 രൂപയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അവരുടെ സെയിൽസ് പെർഫോമൻസ് തന്നെയാണ്. സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അവർ 5 വർഷത്തെ സെയിൽസ് പെർഫോമൻസ് ഒന്ന് നോക്കി കാണാം. സെയിൽസ് 887 കോടിയിൽ നിന്ന് 1603 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 85 കോടിയിൽ നിന്ന് 212 കോടിയായിട്ടുണ്ട്. EPS 42 നിന്ന് 105 ആയിട്ടുണ്ട്. ROE 17.84 ആണ്. ROCE 26.1 ആണ്. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, ഡെറ്റ് ഒന്നുമില്ല. പ്രൊമോട്ടർ പ്ലഡ്ജിങ്ങും 0 ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10,544 കോടിയാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഷെയറിന്റെ. PE 41.6 ആണ്. സെക്ടർ PE 48.94. ബുക്ക് വാല്യൂ 588 രൂപയാണ്. കഴിഞ്ഞ ആഴ്ച ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ടും അത്യാവശ്യം ഡീസന്റ് റിസൾട്ട് ആയിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം. പ്രൊമോട്ടറുടെ കയ്യിൽ 55.6% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അതായത് വെസൂവിയസ് ഗ്രൂപ്പ് UKയുടെ കയ്യിൽ 55.6% ഉണ്ട്. FIS 2.34%, DIS 20.9% DIS ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഷെയർ ഹോൾഡിംഗ് സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. 52 വീക്ക് ലോ ആയിരുന്നു 2200, 52 വീക്ക് ഹൈ ആണ് 5743. ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേമിലേക്ക് വാങ്ങിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്ക് അല്ല. ലോങ് ടേമിന്റെ ഇതിന്റെ ടെക്നിക്കൽസ് ഒക്കെ ബുള്ളിഷ് ആണ്. പക്ഷെ ഷോർട്ട് ടേം ടെക്നിക്കൽസ് കുറച്ച് ബെയറിഷ് ആണ്. ഈ സ്റ്റോക്ക് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന 5195 ആണെങ്കിൽ കൂടി ഗിഫ്റ്റ് നിഫ്റ്റി വീക്കായ സ്ഥിതിക്ക് മൺഡേ മാർക്കറ്റ് വീക്കായി തുറന്നാൽ ഏകദേശം 5000 അടുത്ത് ഈ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ കറക്റ്റ് ചെയ്തിട്ട് 4500 ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് ആവറേജ് ഔട്ട് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് 1-2 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ട്രേഡിംഗ് സ്റ്റോക്ക് അല്ല, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്